ചെയ്യാൻ കഴിയില്ലെന്നേ. ഈ വെറുപ്പ് വിദ്വേഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനൊന്നും ബാക്കിയാക്കാൻ കഴിയില്ല. ഒരു നല്ല ഓർമ്മ പോലും ബാക്കിയാക്കാൻ കഴിയില്ല. എന്നാൽ സ്നേഹത്തിനും സൗഹൃദത്തിനൊന്നും അങ്ങനെയല്ല. അത് നല്ല ഓർമ്മകളാ ബാക്കിയാക്കുക. ഈ രാജ്യത്തെ മുഴുവനും കവർന്നെടുത്ത ആളുകളാണ് ബ്രിട്ടീഷുകാർ. അവരെങ്ങനെയാണ് പൈസക്കാരായത് എന്നും നമ്മളെങ്ങനെയാണ് പാവപ്പെട്ടവരായത് എന്നും അറിയാൻ ഒരു ചെറിയ പുസ്തകം വായിച്ചാൽ മതി. ആ പുസ്തകത്തിന്റെ പേര് പ്രൊവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നാണ്. അതെഴുതിയത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന ദാദാഭായ് നവോറോജിയാണ്. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് അവരെങ്ങനെയാണ് പണക്കാരായത് എന്നും നമ്മളെങ്ങനെയാണ് പാവപ്പെട്ടവരായതെന്നും. കൊള്ളയടിച്ചു കൊണ്ടുപോയതാ. അത്രയും നമ്മളോട് ദ്രോഹം ചെയ്ത അവരോട് ഗാന്ധിജി എങ്ങനെയാ നേരിട്ടത് എന്നറിയാം. സ്നേഹം കൊണ്ടായിരുന്നു. അവസാനത്തെ വൈസ്രോയി ആയിരുന്നല്ലോ മൗണ്ട് ബാറ്റൻ പ്രഭു. അദ്ദേഹത്തിന്റെ അനന്തരവനാണ് ഫിലിപ്പ് രാജകുമാരൻ. ഫിലിപ്പ് രാജകുമാരന്റെ വിവാഹ നിശ്ചയമാണ്. എലിസബത്ത് രാജകുമാരിയാണ് വധു. ആ വിവാഹ നിശ്ചയത്തിന് വരണമെന്ന് ഗാന്ധിജിയോട് പറഞ്ഞു. പക്ഷെ ഗാന്ധിജിക്ക് വരാൻ പറ്റിയില്ല. അവസാനം ഗാന്ധിജി ഒരു സമ്മാനം കൊടുത്തയച്ച്. ഒരു ചെറിയ പൊതിയാണ്. മൗണ്ട് ബാറ്റൻ പ്രഭു കയ്യിൽ ആ പൊതി കിട്ടിയപ്പോ ഇങ്ങനെ തുറന്നു നോക്കി. ഒരു മേശവിരിയാണ്. നല്ല ഭംഗിയുള്ളൊരു മേശവിരി, മഞ്ഞ നിറത്തിലുള്ള. ചെറിയ ചിത്രപ്പണികളൊക്കെ ഉണ്ട്. അതിന്റെ കൂടെ ഒരു ചെറിയ കത്തുണ്ട്. ആ കത്തിൽ എഴുതിയിട്ടുണ്ട്, വിവാഹ നിശ്ചയത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല, എന്നോട് ക്ഷമിക്കണം. ഇതെന്റെ ചർക്കയിൽ ഞാൻ നെയ്തെടുത്തതാണ്. പഞ്ചാബിക്കാരിയായ ഒരു പെൺകുട്ടിയുടെ ഡിസൈനാണ് ഇത്. നിങ്ങളുടെ അനന്തരവനും അവന്റെ രാജകുമാരിക്കും കൊടുക്കുക. എന്നിട്ട് ജീവിതകാലം മുഴുവനും പ്രണയിക്കാൻ പറയാം. മനുഷ്യന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനും അവരോട് പറയാം. സ്നേഹത്തോടെ ബാപ്പു. ഇതായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ആ കത്ത് ഇങ്ങനെ ആ സമ്മാനവും എലിസബത്ത് രാജകുമാരിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് മൗണ്ട് ബാറ്റൻ പ്രഭു പറഞ്ഞ വാക്ക് ഇങ്ങനെയായിരുന്നു, മോളെ, നിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനങ്ങളുടെ കൂട്ടത്തിൽ ഇത് വെക്കണം കേട്ടോ. കാരണം എന്താണെന്നറിയോ? നമ്മൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് ഒരു ചങ്ങാതി മറ്റൊരു ചങ്ങാതിയോട് യാത്ര ചോദിക്കുന്നത് പോലെ പോകണമെന്ന് ആഗ്രഹിച്ച ഒരു വലിയ മനുഷ്യൻ തന്ന സമ്മാനമാണ്. അതുകൊണ്ട് മോളത് കേടുവരുത്താതെ സൂക്ഷിക്കണം കേട്ടോ. ഇന്നും ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെ പ്രദർശന വസ്തുക്കളിൽ നിറം മങ്ങി തുടങ്ങിയ ആ മഞ്ഞ മേശവിരി പ്രദർശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സൗഹൃദമാണ് പരിഹാരം. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണെന്നറിയോ? സൗഹൃദമാണ്. ആ മനുഷ്യനെ ഇങ്ങനെ ചേർത്ത് പിടിക്കലാണ്.